കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ സ്വാശ്രയ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്. ഏകോപനം ഏഞ്ചൽ മേരി. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മിസ് നൈറ്റിംഗേൾ. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരത്തെക്കുറിച്ചും പോഷകങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇന്നും 2 പോഷകങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വൈറ്റമിൻ എ, അയൺ. ഈ 2 പോഷകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാൻ എന്നോടൊപ്പമുണ്ട് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനി മിസ് ജിബി. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. എൻ്റെ പേര് ജിബി സ്റ്റീഫൻ. ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ചർച്ച ചെയ്യുന്നത് വിറ്റാമിൻ എ, അയൺ എന്നിവയുടെ പ്രാധാന്യം, സ്രോതസ്സുകൾ, ധർമ്മങ്ങൾ, അപര്യാപ്തത എന്നിവയെക്കുറിച്ചാണ്. വൈറ്റമിൻ എ അഥവാ ജീവകം എ, ആംഗലേയത്തിൽ വിറ്റാമിൻ അഥവാ വൈറ്റമിൻ എ എന്ന് പറയുന്നു. ജീവനാധാരമായ പോഷകങ്ങളിലൊന്നായ വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോയിഡ് എന്നാണ്. ജീവകങ്ങളെ 2ആയി തിരിച്ചിട്ടുണ്ട്: കൊഴുപ്പ് അഥവാ ഫാറ്റിൽ ലയിക്കുന്നവ, വെള്ളത്തിൽ ലയിക്കുന്നവ. ഇവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ എ. ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എന്നാൽ വളരെ ചെറിയ തോതിൽ വേണ്ട പോഷകങ്ങളാണിവ. ഇതിൽ വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഒരു പരിധിയിൽ അധികം ശരീരത്തിൽ സൂക്ഷിക്കാൻ പറ്റാത്തതും കൊഴുപ്പിൽ ലയിക്കുന്നവ വലിയ അളവിൽ ശരീരത്തിൽ ശേഖരിക്കാവുന്നവയുമാണ്. ജീവകം എ. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോയിഡ് എന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ജീവകം എ നമുക്ക് ലഭിക്കുന്നത്. റെറ്റിനോൾ എന്ന മൃഗജന്യമായ ഇതിൻ്റെ രൂപത്തിന് മഞ്ഞ നിറമാണ്. കണ്ണിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായ പോഷക ഘടകമാണിത്. എല്ലിനും ഇത് അത്യാവശ്യമാണ്. 1913 വരെ ശാസ്ത്രജ്ഞന്മാർ വിറ്റാമിനുകൾ ഉണ്ടെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. അന്നും മാംസ്യം, കൊഴുപ്പ്, മൂലകങ്ങൾ എന്നിവയാൽ എല്ലാമായി എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. 1906 ഫ്രെഡറിക് ഗോവ്ലാൻഡ് ഹോപ്കിൻസ് എന്ന ശാസ്ത്രജ്ഞൻ ഇതര ഭക്ഷണ ഘടകങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. എങ്കിലും 1913 വരെ തീരെ ശുഷ്കമായ ആവശ്യ പോഷക ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവ് ശാസ്ത്രലോകത്തിന് അന്യമായിരുന്നു. വൈറ്റമിൻ എന്ന പേര് വന്നത് കാസ്മിർ ഫ്രാങ്ക് എന്ന പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞനിൽ നിന്നാണ്. അദ്ദേഹമാണ് അമീൻ സംയുക്തങ്ങൾ ജീവനാധാരമായത് അഥവാ വൈറ്റൽ എന്ന അർത്ഥത്തിൽ വൈറ്റമിൻസ് എന്നുപയോഗിച്ചത്. എന്നാൽ പിന്നീട് എല്ലാ ജീവകങ്ങളും അമൈനുകൾ അല്ല എന്ന് മനസ്സിലായതിനു ശേഷം ഈ എന്ന പദം ഉപേക്ഷിച്ച് വൈറ്റമിൻ എന്നറിയപ്പെട്ടു തുടങ്ങി. വൈറ്റമിൻ എയുടെ സ്രോതസ്സുകൾ. നല്ല ആരോഗ്യം ലഭിക്കാൻ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. ഇത് ഗർഭിണികളെ സംബന്ധിച്ച് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമാണ്. വൈറ്റമിൻ എ പഴങ്ങളിൽ ധാരാളമായി ലഭ്യമാണ്, പ്രത്യേകിച്ച് നല്ല ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറമുള്ള പഴങ്ങളിൽ. കൂടാതെ കോഡ് ലിവർ ഓയിലും ആരോഗ്യപ്രദമാണ്. വൈറ്റമിൻ എയുടെ മറ്റ് സ്രോതസ്സുകൾ. ക്യാരറ്റ്. 1 കപ്പ് അരിഞ്ഞ ക്യാരറ്റ് ഒരു ദിവസത്തേക്ക് ആവശ്യമായ വൈറ്റമിൻ എയുടെ 33% ലഭ്യമാക്കും. ഉരുളക്കിഴങ്ങ്. ശീതകാലം ഉരുളക്കിഴങ്ങ് കഴിക്കാൻ അനുയോജ്യമാണ്. ഇത് പുഴുങ്ങിയും മസാല ചേർത്തും ഉപയോഗിക്കുന്നു. ഇലക്കറികൾ. ഇവയിൽ അടിസ്ഥാന പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓർമ്മിക്കേണ്ട കാര്യം, ഇലക്കറികൾ എത്രത്തോളം കുറച്ച് വേവിക്കുന്നുവോ അത്രത്തോളം പോഷകപ്രദമാണ്. ചീര, ഉലുവയില, പച്ചടി ചീര, കടുക് ഇല, ക്യാബേജ് എന്നിവ വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയതാണ്. മത്തങ്ങ. ഹോളോവിൻ പാർട്ടികളിലെ മുഖ്യ ഇനമായ മത്തങ്ങ പോഷകങ്ങളുടെ കലവറയാണ്. വൈറ്റമിൻ എയുടെ കാര്യത്തിൽ 100 ഗ്രാം മത്തങ്ങയിൽ നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമായ വിറ്റാമിൻ എയുടെ 17% അടങ്ങിയിരിക്കുന്നു. കരൾ. കോഴി അല്ലെങ്കിൽ ആടിൻ്റെ കരൾ പലർക്കും ഇഷ്ടമുള്ളതാവില്ല. ഇത് വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയതാണ്. ചെറിയ അളവിൽ കരൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. തക്കാളി. തക്കാളിയിലെ ലൈക്കോഫീൻ എന്ന ഘടകം
ക്യാൻസർ കോശങ്ങളുടെ വളർച്ച, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ്, ഉദരം, കുടൽ എന്നിവിടങ്ങളിലെ ക്യാൻസർ വളർച്ച നിയന്ത്രിക്കാൻ ഫലപ്രദമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ക്രോമിയം എന്ന ഘടകം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഫലപ്രദമാണ്. ക്യാപ്സിക്കം. നല്ല ചുവപ്പ് നിറമുള്ള ക്യാപ്സിക്കം കാഴ്ചയ്ക്കും ആരോഗ്യത്തിനും ഉത്തമമാണ്. കരോട്ടിനോയിഡ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ക്യാപ്സിക്കത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മത്സ്യം. ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മികച്ച ആരോഗ്യം നേടാനാവുമെന്ന് അനേകം പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അസ്ഥികൾക്ക് ആരോഗ്യം നൽകാനും ഇത് സഹായിക്കുന്നു. അയമോദക ചെടി. ഭക്ഷണ വിഭവങ്ങൾക്ക് രുചി നൽകാൻ മാത്രമല്ല, ഇവ വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയതുമാണ്. വൈറ്റമിൻ എയുടെ ധർമ്മങ്ങൾ. കാഴ്ചശേഷിക്ക് പ്രധാനമായ ഒന്നാണ് വിറ്റാമിൻ എ. പ്രത്യേകിച്ച് അരണ്ട വെളിച്ചത്തിൽ വസ്തുക്കളെ കാണുന്നതിന് വിറ്റാമിൻ എ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഉമിനീർ ഗ്രന്ഥികൾ, ശ്വാസനാളി, ത്വക്ക്, പ്രത്യുൽപാദന അവയവങ്ങൾ എന്നിവയുടെ ശരിയായ നിലനിൽപ്പിന് സഹായിക്കുന്നു. വൈറ്റമിൻ എ എല്ലുകളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമാണ്. എന്നാൽ വൈറ്റമിൻ എ അധികമായാൽ എല്ലുകൾക്ക് ഒടിവുണ്ടാകാനും സാധ്യതയുണ്ട്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത. നിശാന്തത. വിറ്റാമിൻ കുറവ് മൂലം അരണ്ട വെളിച്ചത്തിൽ വസ്തുക്കൾ കാണാൻ കഴിയാതെ വരുന്നു. കണ്ണിൻ്റെ വെള്ളയിലും കോർണിയയിലും ഉണ്ടാകുന്ന വരൾച്ച. ഇതുകൂടിയാൽ കെരാറ്റോമലേഷ്യ എന്ന രോഗമുണ്ടാകുന്നു. വൈറ്റമിൻ എ അധികമായാൽ തലവേദന, വിശപ്പില്ലായ്മ, ത്വക്ക് ചൊറിച്ചിൽ, സന്ധിവീക്കം എന്നിവയുണ്ടാകുന്നു. പ്രതിരോധവും ചികിത്സയും. ചെറിയ തോതിലുള്ള വിറ്റാമിൻ കുറവാണെങ്കിൽ 10,000 മൈക്രോഗ്രാം വൈറ്റമിൻ എ 10 ദിവസത്തേക്ക് എടുക്കാം. വൈറ്റമിൻ എയുടെ അഭാവം കൂടുതലാണെങ്കിൽ 50,000 മൈക്രോഗ്രാം കുറച്ചാഴ്ചത്തേക്ക് കഴിക്കുക. എന്നാൽ കുട്ടികളിലാണ് വൈറ്റമിൻ കുറവെങ്കിൽ 1,00,000 മൈക്രോഗ്രാം 6 മാസത്തേക്കും നൽകുന്നു. അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. രക്തത്തിലെ അടിസ്ഥാന ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഇരുമ്പ് രക്തത്തിലെ പ്രധാന ഘടകമായ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. നമ്മുടെ കോശങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഓക്സിജൻ അടങ്ങിയ രക്തം കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നു. രോഗപ്രതിരോധം, എൻസൈം ഉൽപ്പാദനം, സംയുക്ത കോശങ്ങളുടെ രൂപീകരണം എന്നിവ ഇരുമ്പിൻ്റെ മറ്റു ധർമ്മങ്ങളാണ്. അയൺ ആഗിരണം ചെയ്യപ്പെടുന്നത് മനുഷ്യൻ്റെ കുടലിൽ വെച്ചാണ്. ഗർഭാവസ്ഥയിൽ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അയൺ. വിവിധ പ്രായക്കാരിൽ ഒരു ദിവസത്തേക്ക് ആവശ്യമായ അയണിൻ്റെ അളവാണ് ഇനി പറയുന്നത്. ജനനം മുതൽ 1 വയസ്സ് വരെ 1 മില്ലിഗ്രാം പെർ കിലോഗ്രാം. 1 മുതൽ 12 വയസ്സ് വരെ 15 മുതൽ 25 വരെ മില്ലിഗ്രാം പെർ കിലോഗ്രാം. 13 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിൽ 35 മില്ലിഗ്രാം പെർ കിലോഗ്രാം. ആൺകുട്ടികളിൽ 25 മില്ലിഗ്രാം പെർ കിലോഗ്രാം. സ്ത്രീകളിൽ 30 മില്ലിഗ്രാം. പുരുഷന്മാരിൽ 20 മില്ലിഗ്രാം. ഗർഭിണികൾക്ക് 40 മില്ലിഗ്രാം. പാലൂട്ടൽ സമയത്ത് 30 മില്ലിഗ്രാം. ഗർഭാവസ്ഥയിലെ അയൺ ആവശ്യകത. രോഗപ്രതിരോധം. അമ്മയ്ക്കും കുഞ്ഞിനും രോഗപ്രതിരോധ ശേഷി നൽകാൻ അയൺ സഹായിക്കുന്നു. അമ്മയുടെ രോഗപ്രതിരോധം ശക്തമാകുമ്പോൾ അമ്മയെ മാത്രമല്ല അവളുടെ ശിശുവിനെയും രോഗങ്ങളിൽ നിന്ന് അത് രക്ഷിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓക്സിജൻ കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഗർഭസ്ഥ ശിശുവിന് രക്തമുണ്ടാകുവാനും അയൺ ആവശ്യമാണ്. സംയുക്ത കോശങ്ങളുടെ രൂപീകരണത്തിന്. സംയുക്ത കോശങ്ങളുടെ രൂപീകരണത്തിന് മയോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ സംയുക്തമാക്കാൻ അയൺ സഹായിക്കുന്നു. ഇത് പേശികളിലേക്കും മറ്റനുബന്ധ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ പ്രധാന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. അധിക രക്തമുണ്ടാക്കാൻ സഹായിക്കുന്നു. ഗർഭാവസ്ഥയിൽ ശരീരത്തിന് സാധാരണയേക്കാൾ കൂടുതൽ രക്തം ആവശ്യമാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം. ഗർഭസ്ഥ ശിശു അമ്മയുടെ രക്തത്തിൽ നിന്ന് ഇരുമ്പ് ഉപയോഗിച്ച് പേശികളെ വളർത്തുകയും പ്രോട്ടീനുകൾ സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. ഗർഭിണികളുടെ അപകടാവസ്ഥ കുറയ്ക്കുന്നു. അയണിൻ്റെ ശരിയായ അളവ് ഗർഭിണികളുടെ അപകടാവസ്ഥ കുറയ്ക്കുന്നു. അമ്മയുടെ ശരീരത്തിൽ ആവശ്യ ഇരുമ്പുണ്ടാകുമ്പോൾ ഗർഭകാലത്ത് അമ്മയ്ക്ക് സങ്കീർണതകൾ കുറവാണ്. പ്രസവ സമയത്ത് രക്തനഷ്ടമുണ്ടായാലും ശരീരത്തിലെ മതിയായ രക്തം അമ്മയുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ശിശുവിന് ആരോഗ്യകരമായ ഭാരം ഉറപ്പു നൽകുന്നു. ഭാരക്കുറവ് ഉയർന്ന ശിശുമരണ നിരക്കുണ്ടാക്കുന്നു. ഗർഭസ്ഥ ശിശുവിന് ആവശ്യാനുസരണം ഇരുമ്പ് ലഭിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ജനനഭാരം കൂടുന്നു. പ്രസവശേഷം അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നു. പ്രസവശേഷം അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ അയൺ ആവശ്യമാണ്. മുറിവുണങ്ങാനും പഴയ രീതിയിലാകാനും അയൺ സഹായിക്കുന്നു.
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്വയം ചികിത്സ അപകടകരമാണ്. അതിനാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഇരുമ്പ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ കഴിക്കുക. മാത്രമല്ല, നിർദ്ദേശിച്ച ഡോസിൽ കൂടുതൽ അയൺ എടുക്കുകയാണെങ്കിൽ രക്തത്തിലെ അധിക ഇരുമ്പും ദോഷകരമാകും. ഇത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഗർഭമലസൽ എന്നിവയ്ക്ക് കാരണമാകും. ചില ഇരുമ്പ് ഔഷധങ്ങൾ മലബന്ധങ്ങൾക്കും കാരണമാകും. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അയൺ ഗുളികകൾ കഴിക്കുക. എങ്കിലേ നിങ്ങളുടെ കുഞ്ഞ് നന്നായി വളരുകയുള്ളൂ. അയണിൻ്റെ സ്രോതസ്സുകൾ: അയണിൻ്റെ പ്രധാന സ്രോതസ്സുകളാണ് ബീഫ്, കരൾ, പുറം തോടുള്ളവ, ഉദാഹരണം കക്ക, കൊഞ്ച്, പയർവർഗ്ഗങ്ങൾ, ചുവന്ന അരി, ചീര. ധാരാളം അയൺ അടങ്ങിയ ഭക്ഷണമാണ് ചീര. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉരുളക്കിഴങ്ങിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. തക്കാളി വെയിലിൽ വെച്ച് ഉണക്കിയെടുത്ത് കഴിച്ചു നോക്കൂ. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന തക്കാളിയിൽ 20% ഇരുമ്പ് അടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക്. കേല എന്നൊരു പച്ചക്കറിയുണ്ട്. അതിൽ ബീഫിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അയൺ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക്. അയണിൻ്റെ അപര്യാപ്തത: അനീമിയ അഥവാ വിളർച്ച. 100 ml രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 12.5 ഗ്രാം പെർ മില്ലിലിറ്ററിൽ കുറയുകയാണെങ്കിൽ ആ അവസ്ഥയാണ് വിളർച്ച എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ: വിശപ്പില്ലായ്മ, കാഴ്ച കുറയുന്നു, നെഞ്ചെരിച്ചിൽ, ക്ഷീണം, തളർച്ച, കാലിൽ നീരുവയ്ക്കുക, തലവേദന, ത്വക്കിൻ്റെ നിറവ്യത്യാസം. കൂടാതെ രക്തത്തിൻ്റെ അഭാവം മൂലം സ്ത്രീകളിൽ ആർത്തവമില്ലായ്മയും ഉണ്ടാകാം. മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പുണ്ണ്. ഇതിന് പല കാരണങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും പാരമ്പര്യം, ഭക്ഷണ പ്രശ്നങ്ങൾ, വൈറ്റമിൻ കുറവ് എന്നിവ കൂടാതെ അയൺ കുറവും ഒരു കാരണമായി പറയാറുണ്ട്. സ്ത്രീകൾക്ക് മാസമുറ സമയത്ത് അമിതമായി ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് അയൺ കുറവുണ്ടാക്കും. ഇത് മൗത്ത് അൾസറിനും കാരണമാകാം. മുറിവുകളിലൂടെയും അപകടങ്ങളിലൂടെയും ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് ചിലരിൽ അയൺ കുറവുണ്ടാക്കും. ഇതും മൗത്ത് അൾസർ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാം. ചില മരുന്നുകൾ കൊണ്ടും ഇതുണ്ടാകാം. ഇത്തരം മരുന്നുകൾ അയൺ ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തി അയൺ കുറവുണ്ടാക്കും. ഇവയല്ലാതെ ഭക്ഷണത്തിൽ വേണ്ട രീതിയിൽ അയൺ ഉൾപ്പെടുത്താത്തതും മൗത്ത് അൾസറിന് കാരണമാകാറുണ്ട്. ഇലക്കറികൾ, പച്ചക്കറികൾ, കടൽ വിഭവങ്ങൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ എന്നിവയെല്ലാം അയൺ ഉറവിടങ്ങളാണ്. ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അയൺ കുറവ് നമുക്ക് പരിഹരിക്കാം. പ്രിയ ശ്രോതാക്കളെ, വൈറ്റമിൻ എയുടെയും അയണിൻ്റെയും ഒക്കെ പ്രാധാന്യം എന്താണ്, അവ ഏതൊക്കെ ആഹാരത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ജിബി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിഷയവുമായി ഞാൻ വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം മിസ് നൈറ്റിംഗേൾ. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ശാസ്ത്രയ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്. ഏകോപനം ഏഞ്ചൽ മേരി. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.